ബിഗ് ബോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു അക്ബറിനോട് ക്ഷമിച്ചു. അത് അക്ബറിന് 7ന്റെ പണി ബിഗ് ബോസ് കൊടുക്കുമോ? വീഡിയോക്കുള്ളിൽ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. ഈ ആഴ്ചക്കുള്ളിൽ രേണു അക്ബറിനെ കൊണ്ട് നല്ലത് പറയണം. രേണു അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ അക്ബറിന് പണി കിട്ടും. അതായിരുന്നു അക്ബർ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിന്റെ പണിഷ്മെന്റ്. ഏതായാലും ബിഗ് ബോസ് അവരെ കൺസെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് രേണുവിനോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ലാലേട്ടൻ പറഞ്ഞ കാര്യം നിങ്ങൾ സീരിയസ് ആയി എടുത്തിനോ? അക്ബറിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷമാപണം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേണു പറയുന്നുണ്ട്, എനിക്ക് പാട്ടൊക്കെ പാടിത്തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം അക്ബറും പറയുന്നുണ്ട്, ഞാൻ പതിയെ പതിയെ രേണുവിനുണ്ടായ വിഷമം മാറ്റിക്കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പിന്നെയും രേണുവിനോട് ചോദിക്കുന്നുണ്ട്, രേണു അക്ബറിനോട് ക്ഷമിച്ചോ എന്ന്. അന്നേരം രേണു പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റില്ലല്ലോ, ഒരു 2-3 ദിവസമെങ്കിലും പിടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, പതുക്കെ മതി, പെട്ടെന്നൊന്നും ക്ഷമിക്കണമെന്നില്ല, ഞാൻ ഇടയ്ക്കൊക്കെ പാട്ടുകളൊക്കെ പാടിത്തരാം. ഏതായാലും അക്ബർ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്ന് അക്ബറിന് മനസ്സിലായിട്ടുണ്ട്. പറഞ്ഞ വാക്ക് ഏതായാലും തിരിച്ചെടുക്കാനും കഴിയില്ലല്ലോ. പിന്നെ എന്താണ്, രേണുവിന് വേണ്ടി പാട്ട് പാടിയൊക്കെ അവളുടെ മനസ്സിനേറ്റ വേദന ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് അക്ബർ. പിന്നെ പുറത്ത് അക്ബറിന് ഒരു മോശം പേര് വന്നിട്ടുണ്ടാകുമെന്ന് അക്ബറിന് അറിയാം, അതും മാറ്റിയെടുക്കണം. ഏതായാലും രേണു 2-3 ദിവസം കൂടി എടുക്കും വിഷമം മാറാൻ എന്ന് പറഞ്ഞത് ഒരു കണക്കിന് നന്നായി. അങ്ങനെ പെട്ടെന്ന് തന്നെ ക്ഷമിച്ച് എന്ന് പറഞ്ഞ് അക്ബറിനെ അങ്ങനെ ഫ്രീ ആക്കി വിടണ്ട. 2-3 ദിവസം കൂടി അക്ബറിന്റെ പാട്ടൊക്കെ കേട്ട് ഒന്ന് രസിച്ചിരിക്കാമല്ലോ. മാത്രമല്ല, ചെയ്ത തെറ്റിന് പാട്ടൊക്കെ പാടി 2-3 ദിവസം കൂടി രേണുവിന്റെ പിന്നാലെ നടക്കട്ടെ അക്ബർ. അക്ബറും എന്തും ചെയ്യാൻ റെഡിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അക്ബർ രേണുവിന് വേണ്ടി ഒരു സ്പെഷ്യൽ ചപ്പാത്തിയുമായിട്ട് വരുന്നുണ്ട്. ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ചപ്പാത്തിയാണ്. അതുകൊണ്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്, കൈകൊട്ടുന്നൊക്കെയുണ്ട്. ഏതായാലും രേണുവിൻ്റെ പരിഭവം മാറാൻ എല്ലാ അടവും പ്രയോഗിക്കുന്നുണ്ട് അക്ബർ. ചപ്പാത്തി കൊടുത്തിട്ട് രേണുവിനോട് ക്ഷമിക്കാൻ പറയുന്നുണ്ട് അക്ബർ. രേണു, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്നോട് ക്ഷമിച്ചു എന്നാണ് അർത്ഥം. പക്ഷെ രേണുവിന് അത് കളയാനും കഴിയുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയവളാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ ഇത് കളയില്ല. എന്നിട്ട് ആ ഹാർട്ട് ഷേപ്പിലുള്ള ചപ്പാത്തിയെ കീറി മുറിച്ചിട്ട് എല്ലാവർക്കും അങ്ങ് വിതരണം ചെയ്യുകയാണ്. അതിൽ ഒരു ചെറിയ പീസ് മാത്രമാണ് രേണു കഴിച്ചത്. അപ്പോൾ റെന പറയുന്നുണ്ട്, രേണു ചേച്ചി കഴിച്ചു, അക്ബറിക്കയോട് ക്ഷമിച്ചു എന്ന്. അപ്പോഴും രേണു പറയുന്നുണ്ട്, ഞാൻ ക്ഷമിച്ചിട്ടില്ല, ഭക്ഷണം ഞാൻ കളയില്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും കൊടുത്തതിൻ്റെ ശേഷം ഒരു ചെറിയ പീസാണ് ഞാൻ തിന്നത്. ഏതായാലും രേണു അടിപൊളി തന്നെ, അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുന്നൊന്നുമില്ല. ഏതായാലും മിക്കവാറും ലാലേട്ടൻ വരുന്നത് വരെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ചാൻസ്. ഏതായാലും അക്ബർ ഒന്ന് വിയർക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.